വിശ്വമൂർത്തി മഹാമൂർത്തി വ്യക്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്തശതമൂർത്തി ശതാനന ഏകോ നൈവ സവർക്കും എത്തത് പരമോത്തമം ലോകബന്ധോ ലോകനാഥോ മാധവോ ഭക്തവത്സല. ഈ ലോകത്തിൽ ലോകർക്ക് എല്ലാവർക്കും ബന്ധുവായിട്ടുള്ളത് ലോകബന്ധു ലോകനാഥൻ ഇതൊക്കെ ആയിട്ട് കാണുന്നത് വിഷ്ണു ഭഗവാനാണ്. ആ വിഷ്ണു ഭഗവാൻ എന്ന് പറയുമ്പോൾ വിശ്വസ്മയി നമുക്ക് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനാണ്. ലോകത്തിലെ ആദ്യത്തെ പുരുഷൻ എന്ന് പറയുന്നതും ഒരേ ഒരു പുരുഷൻ എന്ന് പറയുന്നതും വിഷ്ണു ഭഗവാനാണ്. അനന്തശായിയായിട്ട് അനേകം ജീവ ആത്മാക്കളായിട്ട് പരമാത്മാവായ ഭഗവാൻ അനേകം ജീവാത്മാക്കളായിട്ട് മഹാമൂർത്തി അനേകമൂർത്തി അവ്യക്തം എന്നും പറയുന്നു, വ്യക്തമെന്നും പറയുന്നു. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവർക്ക് വ്യക്തവും അല്ലാതെ സാധാരണ ലൗകിക ചിന്തയിൽ നോക്കുന്നവർക്ക് അവ്യക്തവുമായിട്ട് കാണപ്പെടുന്ന ആ പരമാത്മ ചൈതന്യമാണ് ജീവാത്മ ചൈതന്യമായിട്ട് എല്ലായിടത്തും വർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മായയുടെ ഒരു ലീലാ നാടക രംഗമാണ് ഈ വിശ്വപ്രപഞ്ചം എന്നുള്ളത്. അത് കണ്ടു മനസ്സിലാക്കിയത് വൃന്ദാവനത്തിൽ തന്നെയാണ്. വൃന്ദാവനത്തിൽ ഈ പറയുന്ന ഒരു ദിവസം എല്ലാവരും കൂടെ ഊണിനായിട്ട് പറഞ്ഞ് ഇന്ന് ആരും വീട്ടിലേക്ക് പോയിട്ടുണ്ട്, എല്ലാവരും ഊണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ഉണ്ണാനിരുന്ന സമയത്ത് എല്ലാവർക്കും കൃഷ്ണനെ കാണാം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ് ഞാൻ നടുക്കിരുന്ന് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ബ്രഹ്മദേവനൊരു സംശയം. ഇത്രയൊക്കെ ഉള്ള വിരാട് പുരുഷനായ അനന്തശായിയായ പത്മനാഭൻ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഇവരെ കൂട്ടത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൽ പഴയ ശക്തിയൊക്കെ ഉണ്ടോ അതോ വെറും ഒരു ലീലാനാടകമാണോ ഒന്ന് പരീക്ഷിക്കണമെന്ന് വന്നു. കാരണം എന്താണ്, അവിടെ ഒരു സംശയം ഏതാണെന്ന് സംശയാത്മാ വിനശ്വരി എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സംശയം വന്നാൽ അതിൻ്റെ ആത്മതത്വത്തിലെ ആ ഒരു രൂപത്തിനെ വിനാശമാക്കി അതിനെ സത്വമാക്കി തീർക്കേണ്ടത് ഭഗവാന്റെ കടപ്പാടാണ്. അങ്ങനെ എന്താണ്, ബ്രഹ്മാവ് വിചാരിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ആഹാരം കഴിക്കുകയല്ലേ, അപ്പോൾ ഇവരുടെ ജീവൻ എന്ന് പറയുന്നത് പശുക്കളാണ്. അവ മേഞ്ഞ് അങ്ങ് ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഇവർ നോക്കിയാൽ പശുക്കളൊന്നും കാണാനില്ല. ബ്രഹ്മാവ് എന്ത് ചെയ്ത് ഈ പശുക്കളെല്ലാം തൻ്റെ ബ്രഹ്മമായ കൊണ്ട് അങ്ങ് മറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പശുക്കളില്ല. അപ്പോഴത്തേക്ക് ഗോമർ അയ്യോ നമ്മുടെ കൂടെയുള്ള പശുക്കളെ കന്നുകിടാങ്ങളെയൊന്നും കാണാനില്ല. കൃഷ്ണവൻ നിങ്ങളൊക്കെ വീട് കഴിക്കുക, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, നിങ്ങൾ പോയാൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ മനസ്സിലായി. നേരെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ബ്രഹ്മാവിൻ്റെ ലീലയാണെന്ന് മനസ്സിലായി. നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെയുള്ള ഗോപന്മാരെയും കാണുന്നില്ല. കാരണം എന്താണ്, അവരെയും തൻ്റെ മായയിൽ മറച്ചു വെച്ചു. തൻ്റെ മായ അത്രത്തോളം പ്രാഗൽഭ്യമുള്ളതാണ്, ബ്രഹ്മമായ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മാവിൻ്റെ വിചാരഭാവം. നോക്കിയപ്പോൾ ബ്രഹ്മാവ് നോക്കിയപ്പോൾ ഞാൻ നിറച്ച് വെച്ച് എല്ലാവരും മറിഞ്ഞിരിക്കുക. അപ്പം ഏതായാലും ഇനി എൻ്റെ ലോകത്ത് പോയിട്ട് വരാം, അതുവരെ കൃഷ്ണൻ ഇവിടെ കൊണ്ടൊന്ന് ഓടട്ടെ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വഴക്കോ അടിയോ ഒക്കെ കിട്ടട്ടെ. ബ്രഹ്മാവിന് വലിയ സന്തോഷം. കാരണം അങ്ങനെ പാടില്ല. പക്ഷേ വേറൊരാൾക്ക് ദുഃഖം വന്നപ്പോൾ വലിയ സന്തോഷം വന്നത് ബ്രഹ്മാവിന് ഇപ്പോഴാണ്. ഭഗവാനെ അമ്മ അടിക്കണ കാണല്ലോ, സന്തോഷമാണ് എന്നും പറഞ്ഞ് തിരിച്ച് നേരെ ബ്രഹ്മലോകത്ത് ചെന്നപ്പോഴത്തേക്ക് ദോരപകലന്മാർ തടഞ്ഞു. എവിടെ പോവുക, എൻ്റെ അടുത്ത് ആര് ചോദിക്കാൻ നിങ്ങളാ, ഞാൻ ഇവിടുത്തെ അധിപതിയാണ്. ആര് പറഞ്ഞു അധിപതി അകത്തിരിക്കുന്നു? അകത്ത് അധിപതിയാണ്. അതാരാ ഇതൊന്നും ഇവിടെ നിന്ന് നോക്കാം, അങ്ങോട്ട് കയറല്ലോ, കയറി അടിക്കും, നിന്നെ അടിക്കും. അവർ ചൂരലും വെച്ചുകൊണ്ടിരിക്കുക. വേറെ ആരെങ്കിലും ഇപ്പം ബഹളം വയ്ക്കണമെങ്കിൽ അടി കൊടുക്കാൻ പറഞ്ഞൊക്കെ ഉണ്ടെന്നാണ്. നോക്കിയപ്പോൾ അവിടെ ബ്രഹ്മാവ് ഇരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലായ എൻ്റെ ലീല എന്നുള്ളത് വിഷ്ണു ലീലയുടെ മുമ്പ് ഒന്നുമല്ല, ഇരിക്കുന്നത് എൻ്റെ ഭഗവാൻ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഓടി. ഞാൻ മറച്ചു വെച്ചാൽ അവരെ കർത്താൻ അവിടെ ഉണ്ടോ, വൃന്ദാവനത്തിൽ കണ്ട ഗോപന്മാരും കന്നുക്കളും അവിടെ ഉണ്ടോ. ഓടി വന്ന് നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്, ഈ പറയുമ്പോൾ വിശ്വം മുഴുവനും അല്ലേ. നമ്മൾ നോക്കിയപ്പോൾ അനേകമൂർത്തി അവ്യക്ത ശതമൂർത്തി ശതാനന. നോക്കിയപ്പോൾ വൃന്ദാവനം മുഴുവനും വിഷ്ണു രൂപമായിട്ട് ബ്രഹ്മാവ് കാണുന്നു. ഇതിൻ്റെ ശരിയായിട്ടുള്ള രൂപം അറിയണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി വന്ന് അഭേദാനന്ദ സ്വാമികൾ തുടങ്ങിത്തന്ന കോടിയർച്ചനയിൽ വന്നിരുന്ന് നോക്കണം. ഇത്രയും ജനങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവരെയും ബ്രഹ്മാവ് എങ്ങനെ വിഷ്ണു രൂപമായിട്ട് കണ്ടുവോ അതുപോലെ ഗുരുവിൻ്റെ നതുമാം ശക്തി ദുഷ്ടും ധനൈവ സ്വചക്ഷുഷ, നിൻ്റെ കണ്ണിന് ആ ശക്തിയില്ല, സ്വചക്ഷുഷ, അതുകൊണ്ട് കാണാൻ പറ്റും. എന്താണ്, ഞാൻ തരാം, ദദാമി, ഞാൻ ദിവ്യ ചക്ഷു തരാം എന്ന് പറഞ്ഞ പോലെ ദിവ്യ ചക്ഷു ഗുരുവിൻ്റെ അനുഗ്രഹത്തോട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ എന്താണ്
വൃന്ദാവനമായി കാണാൻ സാധിക്കും, അല്ല വൈകുണ്ഠമായി കാണാൻ സാധിക്കും, അല്ല കൈലാസമായി തന്നെ കാണാൻ സാധിക്കും. ബ്രഹ്മലോകമൊക്കെ ഇവിടെ ഒരുമിച്ചിരിക്കുന്നു. കാരണം എന്താണ്? വിഷ്ണു സഹസ്രനാമത്തിൽ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ആ വിശ്വമൂർത്തിയായ അനേകമൂർത്തിയായിട്ട് അത്ഭുത രൂപത്തിൽ ആ ഉണ്ണികൃഷ്ണനായിട്ട് ഗുരുവായൂരപ്പനായിട്ട് ഈ കോടിയർച്ചനാ വേദിയിൽ ഓടിച്ചാടി കളിച്ച് നടക്കുന്ന നമ്മളോടൊത്ത് നിൽക്കുന്ന ആ ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് നമുക്ക് അർച്ചനയിലേക്ക് പങ്കെടുക്കുകയാണെങ്കിൽ ജീവിതം സമ്പന്നമായി, ജീവിതം പൂർണ്ണമായി തീരുന്നു. അതാണ് കോടിയർച്ചനയുടെ വിജയം. അപ്പോൾ കോടിയർച്ചന എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ അർച്ചനയിൽ പങ്കെടുക്കുന്നതല്ല. ഇവിടെ കാണുന്ന ഈ മരങ്ങളും അതുപോലെ പക്ഷികളും ഇവയൊക്കെ, അതിന് ഉദാഹരണം പറയുമ്പോഴത്തേക്ക് ഒന്ന് പറയേണ്ടി വരും. ഉദീനൊരു ഇതുപോലെ അർച്ചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക നേരെ ഫാനിൻ്റെ അവിടെ വരും. അർച്ചന തുടങ്ങിയാലേ അത് വരുള്ളൂ. വന്നു കഴിഞ്ഞ് നമ്മൾ ഏത് രീതിയിൽ പറയുന്നു അതുപോലെ അതിൻ്റെ സത്യത്തിൽ പറയും. എന്നിട്ട് അർച്ചന തീരും മുമ്പ് തന്നെ അവ്യാജ കരുണാമൂർത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് കേൾക്കാൻ പോകും. അപ്പോൾ ഈ പക്ഷികൾക്ക് പോലും അത്രത്തോളം പ്രാധാന്യം മന്ത്രങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ മരങ്ങളും ചെടികളൊക്കെ എന്താണ്, അവയൊക്കെ അവയുടെ ഭാഷയിൽ ഏറ്റു പറയുന്നു. പക്ഷേ നമ്മളെപ്പോലെയുള്ള പാപഭാരങ്ങൾ, ജന്മത്തിൻ്റെ പാപഭാരമുള്ളവർക്ക് ഇതിനകത്തോട്ട് വന്നാലും അർച്ചനയ്ക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് മാറ്റിയിട്ട് എല്ലാം ഇത് ഈശ്വര സ്വരൂപമായിട്ട് എല്ലാത്തിലും ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട്, ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് എല്ലാം നമ്മൾ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സർവപ്രഹരണായുധ എല്ലാം സമർപ്പിക്കുന്ന ഒരു രൂപഭാവമാണ് കോടിയർച്ചനയിൽ തെളിഞ്ഞു കാണുന്നത്. ഓം വിശ്വസ്മയി നമഃ.